ഇന്ന് നൈഹക്കുട്ടിയുടെ ക്ലാസ്സിൽ റെഡ് കളർ ഡേ സെലിബ്രേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ പാതിരാത്രി വരെ കുത്തിയിരുന്നിട്ട് ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ഹെയർ ബാൻഡ് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു മൂഡ് രാത്രി ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ ഉറക്കം തൂങ്ങി പണ്ടാറടങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേഗം ഒരു ഹെയർ ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു. നൈഫ് ആണെങ്കിൽ ഇന്നലെ ട്രയൽ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉടുപ്പ്. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് വന്നതും അതൊക്കെ ഒന്ന് ഇട്ട് നോക്കി കൊടുത്തു കേട്ടോ. കറക്റ്റ് ഭാഗമായിരുന്നു. എന്നിട്ട് ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് നന്നായി തരുന്നുണ്ട് കേട്ടോ. എൻ്റെ പിള്ളേർക്ക് അതിനുള്ളൊരു കഴിവുണ്ട് കേട്ടോ, അതുകൊണ്ട് അതൊക്കെ ചെയ്തു തരും. അങ്ങനെ നൈഹക്കുട്ടീനെ ക്ലാസ്സിലേക്ക് പറഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്ന് ഭയങ്കര ചൂട്. അപ്പോൾ നൈഹക്കുട്ടി വരുമ്പോഴേക്കും ഒരു ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മാംഗോ ഐസ്ക്രീമാണ് ഉണ്ടാക്കിയത് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് ഡേറ്റ്സ് കൂടി ഇട്ടു, പിന്നെ ഇടണ്ടായിരുന്നു എന്നൊക്കെ തോന്നി കേട്ടോ. അങ്ങനെ നൈഹക്കുട്ടീനെ വിളിച്ചിട്ട് വന്നു സ്കൂളിൽ നിന്ന്. അവൾ എപ്പോഴും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ക്ലാസ്സിൽ നടന്ന സംഭവങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തരും കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചായക്ക് കടി ഉണ്ടാക്കി കേട്ടോ. ഇന്ന് പരിപ്പോട ഉണ്ടാക്കിയത്. പിന്നെ നമ്മുടെ ഓപ്പോസിറ്റുള്ള കോട്ടരത്തെ ചേച്ചിക്കും കൊടുത്തു കേട്ടോ. അവരെനിക്ക് പായസം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രത്തിൽ പരിപ്പോടെ ഉണ്ടാക്കി കൊടുത്തു. ഇപ്പം നൈഹക്കുട്ടിക്ക് ഹോംവർക്കൊക്കെ തന്നുവിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറേ പഠിക്കാനൊക്കെ ഉണ്ട് തോന്നുന്നു കുട്ടിക്ക്, പാവം. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.